ലയോ മാർപ്പാപ്പ തുർക്കി സന്ദർശിച്ചപ്പോൾ തുർക്കി സന്ദർശനത്തിൻ്റെ ഭാഗമായി തുർക്കിയിലെ ബ്ലൂ മോസ്ക് കൂടി സന്ദർശിക്കുകയും എന്നാൽ ബ്ലൂ മോസ്ക് സന്ദർശിച്ചപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്ത ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് പുറത്തുവിട്ടത്. എന്നാൽ കേരളത്തിൽ അത് കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല, വാർത്തയായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി, വിശദീകരണങ്ങൾ തേടി അന്തർദേശീയ തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ലയോ മാർപ്പാപ്പ ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. അത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം വാദങ്ങളും എതിർവാദങ്ങളും കേട്ടു. അത് അഴിച്ചുവിട്ട വിവാദം ചെറുതല്ലായിരുന്നു, നമുക്കറിയാം. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമുക്കറിയാം. പ്രതികാരം ചെയ്യാനുള്ളതാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു സിനിമയാണ് നമുക്കറിയാം. കേരളത്തിൽ നമുക്കറിയാം, എമ്പുരാൻ ആയിക്കൊള്ളട്ടെ, ഭീഷ്മപർവമായിക്കൊള്ളട്ടെ, ലൂസിഫർ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം കേരളത്തിൻ്റെ പുതിയ തലമുറയെ കേരളത്തിനും ഭാരതത്തിനും പരിചയമില്ലാത്തൊരു പുത്തൻ സംസ്കാരം പരിചയപ്പെടുത്തുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. സിനിമ എന്തായാലും സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പം അതിൽ ഏത് രീതിയിലായാലും ഇപ്പോൾ സ്ത്രീകളുടെ ഒരു ഇന്നോവേഷൻ എടുക്കുകയായാലും അങ്ങനെ തന്നെ കാണിക്കണം എന്നാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റീനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിനിമയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒന്നാവണം. തീർച്ചയായും സിനിമയിൽ ഈ സാധനങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യണം. സിനിമ ഒരു ആർട്ട് ഫോമാണ്. അപ്പം സാമൂഹിക പ്രതിബദ്ധത ഏതൊരു ആർട്ട് ഫോമിനും ഉള്ള ഒരു ഘടകം തന്നെയാണ്. പക്ഷേ സിനിമയെ പോലെ കാണണം എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും അത് മനുഷ്യരിൽ അത് കൺവേ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. എന്തായാലും മനസ്സിലത് ഏതെങ്കിലും ഒരു പോർഷൻ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവും. അപ്പോൾ എന്തെങ്കിലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഉള്ളതായിരിക്കും എപ്പോഴും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിന് പരിചയമില്ലാത്ത, നമ്മുടെ മക്കൾക്ക്, യുവതിയുവാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പരിചയമില്ലാത്ത പ്രീമാരിറ്റൽ സെക്സിൻ്റെയും വെള്ളമടിയുടെയും സ്റ്റഫടിയുടെയും അക്രമത്തിൻ്റെയും ഒരു പുത്തൻ കൾച്ചർ ഇത്തരം സിനിമകളിലൂടെ പുതിയ തലമുറയിലേക്ക് കടത്തിവിടുന്നു എന്നുള്ള വസ്തുത പലപ്പോഴും വേണ്ട രീതിയിൽ എമ്പുരാനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്നാൽ ക്രിസ്തീയ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും അത് അവഹേളിക്കുന്നു എന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നു. അതുപോലെ തന്നെ വടക്കേന്ത്യയിൽ നടന്ന ഒരു കലാപത്തെ അതിൽ കാണിക്കുകയും വൺ സൈഡഡ് ആയ കലാപത്തെ കാണിച്ചു എന്നുള്ള ആരോപണങ്ങളും വന്നു. അങ്ങനെ വടക്കേന്ത്യയിൽ നടന്ന കലാപത്തെ സംബന്ധിച്ചും ക്രിസ്ത്യൻ പ്രതീകങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യമായ വാദപ്രതിവാദങ്ങൾ നടന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീമാരിറ്റൽ സെക്സും സ്റ്റഫടിയും വെള്ളവടിയും അക്രമവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാനുള്ളതാണ് എന്നുള്ള കേരളത്തിനും ഭാരത സംസ്കാരത്തിനും പരിചയമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ ഒരു സംസ്കാരം, ഒരു രീതി ഇതിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ എമ്പുരാൻ സിനിമയിൽ അക്രമത്തിൻ്റെ പാത, പ്രതികാരം ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ എതിരാളിയും തമ്മിൽ നടക്കുന്നൊരു ചർച്ചയുണ്ട്, ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഇറാഖിലെ കറാക്കോഷിലാണ് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അങ്ങനെ ഇറാഖിലെ കറാക്കോഷിൽ വെച്ച് ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തൊരു പള്ളിയിൽ വെച്ചാണ് മോഹൻലാലിൻ്റെ എതിരാളിയും തമ്മിലുള്ള ചർച്ച നടക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തിയൊരു പള്ളിയിൽ വെച്ച്. അങ്ങനെ ആ ചർച്ച അലസിപ്പിരിയുകയും ആ പള്ളി പൂർണ്ണമായും ബോംബിട്ട് തകർക്കുകയുമാണ്. മോഹൻലാൽ ആ പള്ളി തകർത്തുകൊണ്ട്, എമ്പുരാനിലെ ആ പള്ളി തകർത്തുകൊണ്ട് തൻ്റെ എതിരാളിയെയും മോഹൻലാൽ തുടച്ചു നീക്കുകയാണ് ആ സീനിൽ. അങ്ങനെ ആ പള്ളി ബോംബിട്ട് തകർക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തിട്ട് ബാക്കി വെച്ച പള്ളി എമ്പുരാൻ സിനിമയിൽ തകർക്കുമ്പോൾ കുരിശ് താഴേക്ക് വരികയും ആ കുരിശ് എല്ലാ ആകൃതിയിൽ ലൂസിഫറിനെ സൂചിപ്പിക്കാനാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവരുണ്ട്. പൃഥ്വിരാജിനറിയാം എന്താണെന്നുള്ളത്. എല്ലാ ആകൃതിയിൽ ലൂസിഫറിനെ സൂചിപ്പിക്കുന്ന ഭാഗം എല്ല് മാത്രം നിന്നുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം തകരുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ലൂസിഫറിൻ്റെ മാർഗം, അക്രമത്തിൻ്റെ മാർഗം വിജയിച്ചു എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുകയും പ്രതികാരം ചെയ്യാൻ തീരുമാനമെടുത്തവർ വിജയിക്കുന്നുവെന്നുള്ളതാണ് ആ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. പൃഥ്വിരാജ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിഷ്പക്ഷമായിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ള കാര്യം അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ
ഈ അക്രമത്തിൻ്റെ ഹിംസയുടെ മാർഗം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കേരളം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുകയാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറാഖ് സന്ദർശിക്കുകയും ഇസ്ലാമിക തീവ്രവാദികൾ തകർത്ത് കളഞ്ഞ കരാക്കോഷിലെ ദേവാലയങ്ങൾ പുനർനിർമ്മിച്ച് അതിനെ ആശീർവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് പ്രതികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാത പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേണ്ടി വന്നാൽ വധിക്കുമെന്നും റോമും ഇറ്റലിയും തങ്ങൾ കീഴടക്കുമെന്നും വീരവാദം മുഴക്കിയ ഇറാഖിലെ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്ത അവിടെ തന്നെ പള്ളി പണിയുകയും ആ പള്ളിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തുവെന്നുള്ള വാർത്തയാണ്. ഇതിവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സംഭവവികാസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിക ഭീകരവാദത്തെയും മനസ്സിലാക്കി തുടങ്ങി. ഇസ്ലാമിക തീവ്രവാദമാണ് ഭീകരവാദികളെ സൃഷ്ടിക്കുന്നത് എന്നുള്ള സത്യവും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക് ഐഡിയോളജികളാണ് യഥാർത്ഥമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വസ്തുതയും ലോകത്തിലെ നേതാക്കൾക്ക് മനസ്സിലായതിൻ്റെ സൂചനകൾ കൂടിയല്ലേ ഇത്തരം സംഭവങ്ങൾ. ഇപ്പോൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ അതൊരു പക്ഷേ യൂറോപ്പിന് വരുന്ന ആളുകളിൽ സംഘർഷഭരിതമാക്കാൻ പോവുകയാണ്. യൂറോപ്പിന് അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം ആ യൂറോപ്പിൻ്റെ സംസ്കാരം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് സ്ഥിതി? ഗാസയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് അടക്കം കൊച്ചിയിൽ ഐക്യദാർഢ്യം നടത്തുകയാണ്. പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധമില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. യുദ്ധം ഹമാസും ഇസ്രായേലും തമ്മിലാണ്. അതാകട്ടെ ഇസ്രായേൽ ഗാസയിലെ ഹമാസുമായി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായതാണ്. ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഇവിടെ മുസ്ലിം ലീഗോ മറ്റ് സംഘടനകളോ ഒരു ചെറുവിരൽ പോലും അനക്കാത്തപ്പോൾ ഗാസയ്ക്ക് വേണ്ടി മാത്രം കരയുന്ന ആ പ്രത്യേകമായ നീതിബോധം കേരളം തിരിച്ചറിയുന്നില്ല. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നീതിബോധത്തെ പൊതുനീതിബോധമാക്കി കേരളത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് സിനിമകളിലൂടെ അക്രമത്തെയും പ്രീ മാരിറ്റൽ സെക്സിനെയും സ്റ്റഫഡിയെയും വെള്ളവടിയെയും ജനറലൈസ് ചെയ്യാണ്, സാമാന്യവൽക്കരിക്കുകയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ഹമാസിനു വേണ്ടി ഗസയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹമാസിനു വേണ്ടി കൊള്ളൂത്ത് നടത്തുമ്പോൾ കേരളം 6-ാം നൂറ്റാണ്ടിലേക്ക് നടന്നെടുക്കുകയാണ്. കേരളം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ വരുന്ന തലമുറകൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കേരളത്തിൽ പരാജയപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. അത് ആശയപരമായി ശക്തമായ മുന്നേറ്റമായി, രാഷ്ട്രീയ മുന്നേറ്റമായി, തെരഞ്ഞെടുപ്പുകളിൽ, ഇലക്ഷനിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്ന പരാജയപ്പെടുന്ന നടപടികളിലേക്ക് കേരളം മാറുന്നില്ല എങ്കിൽ കേരളം മറ്റൊരു യൂറോപ്പായി മാറാൻ പോവുകയാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും ജർമ്മനിയൊക്കെ നമുക്കറിയാം. എപ്പോഴാണ് കത്തിക്കുത്ത് നടക്കുക, എപ്പോഴാണ് എപ്പോൾ വാഹനം ഓടിച്ചു കയറ്റുമെന്ന് അറിയത്തില്ലാതെ യൂറോപ്പിൻ്റെ തെരുവ് അസമാധാനത്തിലായിരിക്കുന്നത് പോലെ കേരളം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ സ്വഭാവത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, കേരളം മറ്റൊരു യൂറോപ്പായി മാറുമെന്നുള്ളതാണ്.